നീ കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചോളാം രഘുവേട്ടാ. നീ ഇരിക്കും. അമ്പിളി, എനിക്ക് തോന്നുന്നതേ, നീ ഇന്നലെ രാത്രി മുറിയിൽ വെച്ച് സംസാരിച്ചില്ലേ, അതമ്മാവൻ കേട്ട് കാണൂന്ന. അമ്മാവന്റെ ഇരിപ്പ് കണ്ടപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അല്ല, ഞാൻ രഘുവേട്ടനോട് പറഞ്ഞ കാര്യങ്ങള് അച്ഛൻ എങ്ങനെ കേൾക്കാനാ? എന്റെ അച്ഛനെ മറ്റുള്ളവര് പറയുന്നത് ഒളിഞ്ഞു കേൾക്കുന്ന ശീലമൊന്നുമില്ല. എടീ, അമ്മാവൻ ഒളിഞ്ഞു കേൾക്കുമെന്നാണ് ഞാൻ നിന്നോട് പറഞ്ഞേ. എടി, ഞാൻ മുറിയിൽ നിന്ന് ഇറങ്ങി സെറ്റിയിലേക്ക് കിടക്കാൻ ചെല്ലുമ്പോ അമ്മാവനോടെ കഫ് സിറപ്പായിട്ട് ഇരിപ്പുണ്ട്. ആ ഇരിപ്പ് കണ്ടപ്പോഴേ എനിക്ക് പന്തികേട് തോന്നിയിരുന്നു. ഏയ്, അതൊക്കെ രഘുവേട്ടന് വെറുതെ തോന്നിയതായിരിക്കും. സെറ്റിലിരിക്കുന്ന അച്ഛൻ നമ്മളെ മുറിയിലിരുന്ന് സംസാരിക്കുന്നത് എങ്ങനെ കേൾക്കാനാ? ഓഹ്, എന്റെ അമ്പിളി, ഞാൻ പറയുന്ന എന്താന്ന് ആദ്യം നീ ശ്രദ്ധിച്ച് കേക്ക്. ഓ, ദേ, അമ്മാവനെ കഫ് സിറപ്പ് വരാൻ വേണ്ടി മുറിയിലേക്ക് വന്നു കാണും. അപ്പോഴായിരിക്കും നീ പറയുന്ന കേട്ടെ. അത് അമ്മാവന്റെ മനസ്സിൽ കൊണ്ടിരിക്കാം. അദ്ദേഹം അത് കേട്ടെന്ന് അറിയാതിരിക്കാൻ മുറിയിലൊന്നും തട്ടി വിളിക്കാതെ സെറ്റിൽ പോയി ഇരുന്നാണെങ്കിലോ? ഓരോ സമയത്ത് എനിക്ക് ഓരോന്ന് തോന്നും. ആ നേരത്ത് നാവല് വികട സരസ്വതി കയറി കൂടുകയും ചെയ്യും. അല്ല, ഞാൻ പറഞ്ഞത് അച്ഛൻ കേട്ടെങ്കില് അത് വലിയ അപകടമാണല്ലോ രഘുവേട്ട. അച്ഛൻ വീണ്ടും എന്നെ വെറുക്കും. എടി, നിർത്ത്, താസങ്ങൾ വരുന്നുണ്ട്. കഴിച്ചു തുടങ്ങിയല്ലേ രഘു? അങ്ങനെ ഞാൻ അങ്കിളിനെ വിളിക്കാൻ വരികയായിരുന്നു. ഇവിടെ കുറച്ച് മതി. രഘുവേട്ട, അതിങ്ങോട്ട്. മുട്ടക്കറിയാണല്ലേ? ഓക്കെ. മുട്ടക്കറിക്കിപ്പം പൂരിയാ ആണോ? മതി മതി മതി. രഘു അണ്ണനെ വിളിച്ച് നോക്കിയാലോ? ഫോൺ എപ്പോഴും സ്വിച്ച് ഓഫ് തന്നെ അങ്ങളെ. ആ, അണ്ണ മക്കളെയും കൊണ്ട് അങ്ങോട്ടാ പോയതെന്ന്. തൽക്കാലം ആരും അറിയണ്ടെന്ന് കരുതിക്കണം. നമ്മളാരെങ്കിലും അന്വേഷിച്ചില്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അമ്മാവന് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന്റെ പുറകില് എന്തോ ഒരു സംഭവം ഉണ്ടെങ്കിലേ. അല്ലെങ്കിൽ ആരോടൊരു വാക്ക് പോലും പറയാതെ അമ്മാവൻ ചിരുവിന്റെ മക്കളെയും കൂടി ഇവിടുന്ന് പോവോ? അത് എനിക്കും തോന്നി. പക്ഷെ ഇവിടെ പറയത്തക്ക സംഭവങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. ഉണ്ടോ അമ്പിളി? അല്ലെങ്കിലേ, എന്റെ പേടി എന്റെ വായിന്ന് വല്ലതും വീണുപോയോന്നാ. കുട്ടികളെ വിനയൻ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയതിന് വിനയനെ കുറ്റപ്പെടുത്തി ഞാൻ രഘുവേട്ടനോട് സംസാരിച്ചിരുന്നു. ഇനി അതെങ്ങാനും കേട്ടിട്ട് ചീരുവിന്റെ മക്കളെ ഇവിടെ താമസിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ലെന്നെങ്ങാനും അച്ഛന് തോന്നിക്കാണോ? ആ, ഈ കാര്യത്തില് അണ്ണന് വിഷമം തോന്നാൻ ചിലപ്പോ ഇതൊക്കെ മതിയാവും. എന്തായാലും നമ്മളിപ്പോ ഒരു ഊഹാപോഹത്തിനൊന്നും പോണ്ട. ഞാൻ രാവിലെ അണ്ണനൊന്ന് പോയി കാണാം. അമ്മാവൻ അനുവിന്റെ വീട്ടിൽ തന്നെ കാണുമായിരിക്കും അല്ലെങ്കിൽ? അതെ, മഞ്ചാടിയുടെ എക്സാം കഴിയാതെ പഞ്ചരത്നത്തിലേക്ക് പോകാൻ സാധ്യതയില്ല. അങ്കിള് നാളെ തന്നെ പോയി അച്ഛൻ എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അതൊന്ന് തിരുത്തണേ. അതൊക്കെ ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. നീ ടെൻഷൻ ആവാതിരിക്കേ.